Good morning, all. Good morning, ma'am. Good morning, miss. ma'am. Good morning, miss. Can you sort the നോക്കിയോ എല്ലാവരും? സ്റ്റോറേജ് ആണല്ലേ? കൺയൂസ് എടുത്തത് സ്റ്റോറേജ് എടുത്തു, മാനുഫാക്ചറിങ് ഡേറ്റ്, പ്രൊഡക്ഷൻ ഡേറ്റ്, ബാച്ച് നമ്പർ, അതൊക്കെയല്ലേ എടുത്തത് കഴിഞ്ഞ ദിവസം? ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പാക്കിംഗ് ആണ് അല്ലെ എടുക്കാനുള്ളത്. ഡ്രഗ്സുകൾ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫാർമസ്യൂട്ടിക്കൽ പ്രോഡക്ട്സുകളുടെ പാക്കിംഗ് എങ്ങനെയാണ് അല്ലെ? നമ്മൾ കണ്ടിട്ട് നമ്മൾ മരുന്നുകൾ ടാബ്ലറ്റ്സുകൾ മേടിക്കാറുണ്ട്, ക്യാപ്സൂളുകൾ മേടിക്കാറുണ്ട്, എന്താണ് സിറപ്പുകൾ മേടിക്കാറുണ്ട്, അതേപോലെ ഇൻസുലിൻ അല്ലെ? അപ്പൊ അങ്ങനെ അതൊക്കെ ഏത് രീതിയിലാണ് പാക്ക് ചെയ്ത് കണ്ടിരിക്കുന്നത് നമ്മള്? ഇങ്ങനെയൊക്കെയാണ് പാക്കിംഗ് കണ്ടിട്ടുള്ളത്. നമ്മ ഡ്രഗ്സുകളാണെങ്കിൽ എങ്ങനെയാണ്? സ്ട്രിപ്പ് രൂപത്തിലൊക്കെ ആയിരിക്കും അല്ലെ? അലുമിനിയം അല്ലെങ്കിൽ എന്താണ് പേപ്പർ സ്ട്രിപ്പുകളൊക്കെ ആയിട്ടില്ലേ കണ്ടിരിക്കുന്നത്? ഓറൽ സസ്പെൻഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ ഓറലി കുടിക്കുന്ന മരുന്നുകളൊക്കെ ആണെങ്കിൽ എങ്ങനെയാണ്? ബോട്ടിലായിരിക്കും അല്ലെ? ഗ്ലാസ് ബോട്ടിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസിലായിരിക്കും അല്ലെ കാണുന്നത്. ഇഞ്ചക്ഷൻസോ? ഇഞ്ചക്ഷൻസ് ബോട്ടിലായിരിക്കും അല്ലെ? ഗ്ലാസ് ബോട്ടിൽ അല്ലെങ്കിൽ എന്താണ് അല്ലെ? ഇഞ്ചക്ഷൻ മരുന്നുകൾ. അപ്പൊ അതൊക്കെയാണ് ഇതിൽ പറയുന്നത് കേട്ടോ. നോക്കി, ഒരു സ്ട്രിപ്പിൽ എത്ര മരുന്നുകൾ കാണാറുണ്ട്? 10 എണ്ണൊക്കെയാണ് അല്ലെ? 10 മെഡിസിൻ ഗുളികകളായിരിക്കും അല്ലെ ഒരു സ്ട്രിപ്പിലുള്ളത്. അപ്പൊ നോക്കിയേ, packing of drugs, whether it is tablets, capsules, and injection, or an oral suspension, a syrup, an ointment, or an eye drop is packed differently. നമുക്കറിയാം എന്താണ് സിറപ്പുകള്, ടാബ്ലറ്റുകള്, ക്യാപ്സൂളുകള്, ഇഞ്ചക്ഷൻസ്, ഓറലി ഉപയോഗിക്കുന്ന മരുന്നുകള്, പിന്നെ എന്താണ് ഓയിൻമെന്റുകള്, ഐ ഡ്രോപ്സ് നമ്മ കണ്ണുകളിൽ ഒഴിക്കുന്ന ഐ ഡ്രോപ്സുകളൊക്കെ എന്താണ് പല രീതിയിലാണ് പാക്ക് ചെയ്തിരിക്കുന്നത് അല്ലെ? Tablets are normally packed in strip and blister packed. നമ്മ ഈ അലുമിനിയം ഫോയിൽ പേപ്പർ ഒക്കെ പോലെ കണ്ടിട്ടില്ലേ ടാബ്ലറ്റുകൾ വരുന്നത്, നമുക്ക് ഈ എടുക്കുന്നത് കണ്ടിട്ടില്ലേ ചില ഗുളികകള്? അതാണ് എന്താണ് ബ്ലിസ്റ്റർ പാക്കിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അലുമിനിയത്തിന്റെ ആ ഒരു സിൽവർ കളറില് കണ്ടിട്ടുണ്ടോ? ചില ഗുളികകള് അങ്ങനെയാണല്ലേ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ള അപ്പൊ എങ്ങനെ ഏതൊക്കെ രീതിയിലുണ്ട്? സ്ട്രിപ്പ് രൂപത്തിലും ബ്ലിസ്റ്റർ വിറ്റാമിൻ ബി ക്യാപ്സൂളുകൾ അല്ലെ? അപ്പൊ അതെന്താണ് നമ്മുടെ സ്ട്രിപ്പ് രൂപത്തിലും ബ്ലിസ്റ്റർ പാക്കിങ്ങുകളിലുമാണ് ടാബ്ലറ്റുകൾ വരുന്നത്. എ സ്ട്രിപ്പ് വിത്ത് പേപ്പർ ഓർ അലുമിനിയം ഓർ എ സിറപ്പ്. സിറപ്പ് അല്ല കേട്ടോ, സ്ട്രിപ്പ് എന്നാണ് കേട്ടോ. അത് വെച്ചിട്ട് സ്ട്രിപ്പ് എന്നാക്കാം കേട്ടോ. അലുമിനിയം സ്ട്രിപ്പ് ഓർ എ സിറപ്പ് എന്നില്ലേ, അത് വെട്ടിയിട്ട് അലുമിനിയം സ്ട്രിപ്പ് എന്നാക്കാം കേട്ടോ. അപ്പൊ എന്താണ് സ്ട്രിപ്പ് വിത്ത് പേപ്പർ ഓർ അലുമിനിയം സ്ട്രിപ്പ് അല്ലെ? സ്ട്രിപ്പ് എങ്ങനെയാവാം? പേപ്പർ കൊണ്ട് നിർമ്മിതമായതോ അല്ലെങ്കിൽ അലുമിനിയം സ്ട്രിപ്പുകളോ ആയിരിക്കാം. വിച്ച് ഈസ് കോൾഡ് പേപ്പർ സ്ട്രിപ്പ്. പേപ്പർ സ്ട്രിപ്പ് പാക്കിംഗ് ഓഫ് 10 അല്ലെ? അലുമിനിയം സ്ട്രിപ്പ് പാക്കിംഗ് ഓഫ് 10 എന്താണ്? അലുമിനിയം സ്ട്രിപ്പ് പാക്കിങ്ങിലും പേപ്പർ സ്ട്രിപ്പ് പാക്കിങ്ങിലും എത്ര ടാബ്ലറ്റുകൾ, എത്ര ക്യാപ്സൂളുകളാണ് ഉണ്ടാകുന്നത്? 10 ക്യാപ്സൂളുകൾ അല്ലെ? Blister is also packed in transparent medicine quality plastic with aluminum bottom. Blister is also packed
ട്രാൻസ്പെറന്റ് മെഡിസിൻ ക്വാളിറ്റി പ്ലാസ്റ്റിക് വിത്ത് അലുമിനിയം ബോട്ടം. നമ്മ താഴെ അലുമിനിയം ബോട്ടത്തിന്റെ രൂപത്തില് സിൽവർ കളറിൽ വന്നത് കണ്ടിട്ടില്ലേ? മുകളിൽ ട്രാൻസ്പെറന്റ് ആയിരിക്കും ചില ക്യാപ്സൂളുകളൊക്കെ, ചില ഡ്രഗ്സുകളൊക്കെ. ഡോളോ അല്ലെ? ഓക്കെ. അതല്ലാണ്ട് നമ്മ ക്യാപ്സൂളുകൾ നമ്മുടെ ആന്റിബയോട്ടിക്സുകളൊക്കെ മേടിക്കുമ്പോ അങ്ങനെയല്ലേ വരുന്നത്? താഴെ സിൽവർ ആയിരിക്കും അല്ലെ കളറ്, അലുമിനിയം ബോട്ടം. മുകളില് നമുക്ക് ട്രാൻസ്പെറന്റ് ആയിട്ട് ആ ക്യാപ്സൂൾ കാണാൻ പറ്റില്ലേ? മഞ്ഞയും വൈറ്റും കൂടി വരുന്നത്, റെഡ് ടാബ്ലറ്റ് ക്യാപ്സൂളുകളൊക്കെ അങ്ങനെ കാണാൻ പറ്റുന്ന രൂപത്തിൽ വരുന്നില്ലേ? അതാണ് blister pack ചെയ്യുന്ന രീതി ട്ടോ. Blister is also packed transparent medicine quality plastic with aluminum bottle. അല്ലെ? blister pack ചെയ്യുന്നത് ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ ആ ഒരു ക്യാപ്സൂൾ ആയിരിക്കും, ആ ഒരു മെഡിസിൻ ഡ്രഗ് കാണാൻ രൂപത്തിലും താഴെ അലുമിനിയം ബോട്ടം രീതിയിലുമായിരിക്കും. Capsules are also packed in the same style of strip and blister as detailed above. അല്ലെ? മുകളിൽ പറഞ്ഞ രീതിയിൽ തന്നെയായിരിക്കും നമ്മുടെ ക്യാപ്സൂളുകളും പാക്ക് ചെയ്തിരിക്കുന്നത്. Both capsules and tablets are also packed in customer bottle packing of 30, 100 etc. അല്ലെ? നമ്മൾ ചില വിറ്റാമിൻ ഇ ടാബ്ലറ്റ്സുകൾ അല്ലെങ്കിൽ അയൺ ഗുളികകൾ അല്ലെങ്കിൽ അസ്താലിൻ റോട്ട ക്യാപ്സുകളൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് കുപ്പിയിൽ കിട്ടാറില്ലേ? ബോട്ടില് ഒരു 30ഓ 100ഓ ക്യാപ്സൂളുകൾ അടങ്ങുന്ന. അപ്പൊ എന്താണ്, ചില ഡ്രഗ്സുകൾ എന്താണ് ക്യാപ്സൂളുകളിൽ നമുക്ക് എങ്ങനെ കിട്ടുന്നുണ്ട്? കസ്റ്റമർ ബോട്ടിൽ പാക്കിങ്ങിൽ കിട്ടുന്നുണ്ട്. അപ്പൊ അതിൽ 30 മുതൽ 100 വരെയുള്ള എന്താണ് ക്യാപ്സൂളുകൾ അല്ലെങ്കിൽ ഡ്രഗ്സുകൾ അടങ്ങിയിട്ടുണ്ട്. അസ്താലിൻ റോട്ട ക്യാപ്സ് എന്നൊക്കെ പറയുന്നത് ചിലരെന്താണ് ഈ ആസ്മ പേഷ്യൻസ് ഒക്കെ ഒരു മെഷീനിലിട്ട് വലിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഗുളിക ഉള്ളിലേക്ക്. അപ്പൊ അത് ആ ഗുളികകളൊക്കെ എങ്ങനെയാ വരുന്നത്? ബോട്ടിലാണ് വരുന്നത്. ബോട്ടിലാണ് വരുന്നത്. അതിൽ 100 വരെയുള്ള ഒരു ബോട്ടിൽ 30 മുതൽ 100 വരെ ക്യാപ്സൂളുകൾ ഉൾക്കൊള്ളുന്ന രീതിയിലായിരിക്കും. പിന്നെ വിറ്റാമിൻ ഇ ടാബ്ലറ്റ്സുകൾ അല്ലെ? കണ്ടിട്ടില്ലേ? വിറ്റാമിൻ ഇ ടാബ്ലറ്റ്സുകളൊക്കെ നമുക്ക് ബോട്ടിൽ വരുന്നത്. അപ്പൊ ചില ഡ്രഗ്സുകൾ എങ്ങനെയാണ് വിറ്റാമിൻ ഇ ക്യാപ്സൂള്, അസ്താലിൻ റോട്ടോ ക്യാപ്സ് അങ്ങനെയുള്ള ക്യാപ്സൂളുകൾ എന്താണ് നമുക്ക് ബോട്ടിൽ ലഭിക്കുന്നുണ്ട്. അപ്പൊ അതില് 30 മുതൽ 100 വരെ ക്യാപ്സൂളുകൾ ഉൾക്കൊള്ളാനായി സാധിക്കുന്നു. നെക്സ്റ്റ് പറയുന്നത് ഇഞ്ചക്ഷൻസ് ആർ പാക്ക്ഡ് ഇൻ ഗ്ലാസ് ബോട്ടിൽ ആസ് വിയൽസ് അല്ലെ? വിയൽസ് എന്ന് പറഞ്ഞാല് കുപ്പികൾ എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇഞ്ചക്ഷൻസ് എന്താണ് ഗ്ലാസ് ബോട്ടിൽസിലൊക്കെ ആയിട്ട് ആണ് വരുന്നത്. ഓറൽ സസ്പെൻഷൻസ് ഇൻ പൗഡർ ഫോം packed in plastic and glass bottle, whereas syrup and liquid suspensions are supposed to be packed in glass bottle and plastic bottles. Right? ഓറൽ സസ്പെൻഷൻസ് ഇപ്പൊ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്ന ഓറൽ സസ്പെൻഷൻസ് ഉണ്ട്, ആന്റിബയോട്ടിക്സുകൾ ചെറിയ കുഞ്ഞുങ്ങൾക്ക്. അതെങ്ങനെയാണ്? പൗഡർ രൂപത്തിലായിരിക്കില്ലേ കിട്ടുന്നത് കുഞ്ഞുങ്ങൾക്ക് ആന്റിബയോട്ടിക്സുകൾ അല്ലേ? എന്നിട്ട് അതിനുള്ള വാട്ടർ ഉണ്ടായിരിക്കും. അതല്ലെങ്കിൽ നമ്മ എന്ത് ചെയ്യും? തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിങ്ങാണിട്ട് നമ്മ മിക്സ് ചെയ്തിട്ടല്ലേ കൊടുക്കുന്നത്. അപ്പൊ അതെങ്ങനെയുള്ള എങ്ങനെയാണ് ആ ഒരു ആന്റിബയോട്ടിക്സുകൾ വരുന്നത്? ബോട്ടിലാണ് അല്ലേ? ഗ്ലാസ് ബോട്ടിൽസിലോ അല്ലെങ്കിൽ എങ്ങനെയാണ് പ്ലാസ്റ്റിക് ബോട്ടിൽസിലാണ് ഇത് വരുന്നത്. whereas syrup and liquid suspensions are supposed to be packed in glass bottle and plastic bottles അല്ലെ? അല്ലെങ്കിൽ ലിക്വിഡ് സസ്പെൻഷൻസ് എന്താണ് ചിലപ്പോ ഗ്ലാസ് ബോട്ടിൽസിലോ അതല്ലെങ്കിൽ എന്താണ് പ്ലാസ്റ്റിക് ബോട്ടിൽസിലോ വരുന്നുണ്ട് അല്ലെ? നമ്മൾ ഉപയോഗിക്കുന്ന ഓറലി നമ്മൾ യൂസ് ചെയ്യുന്ന സിറപ്പുകളൊക്കെ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? ഒന്നില്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിൽ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? പ്ലാസ്റ്റിക് ബോട്ടിൽസിലായിരിക്കും അല്ലെ? കഫ് സിറപ്പുകളൊക്കെ എങ്ങനെയാണ് കണ്ടിട്ടില്ലേ നമ്മ? അല്ലേ? പ്ലാസ്റ്റിക് ബോട്ടിൽസിലോ അതല്ലെങ്കിൽ ചില വിറ്റാമിൻ നമ്മളിലേക്ക് കഴിക്കുന്ന ഓറൽ സസ്പെൻഷൻസ് ചിലപ്പോ കുപ്പികളിൽ കണ്ടിട്ടില്ലേ? ഒടയണ പൊട്ടിപ്പോകുന്ന ഗ്ലാസ് ബോട്ടിൽസില് വിറ്റാമിൻ സിറപ്പുകളൊക്കെ. അപ്പൊ എന്താണ് ഓറൽ സസ്പെൻഷൻസ് എന്താണ് നമുക്ക് ഗ്ലാസ് ബോട്ടിൽസിലോ അല്ലെങ്കിൽ എന്താണ് പ്ലാസ്റ്റിക് ബോട്ടിൽസിലോ ആണ് പാക്ക് ചെയ്യുന്നത് അല്ലെ? എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ നമ്മൾ പുറമേ യൂസ് ചെയ്യുന്ന ബാമുകള് ഓയിൽമെന്റ്സുകള് അതൊക്കെ എങ്ങനെയാണ് കണ്ടിരിക്കുന്നത്? ഓയിലില്ലേ നമ്മ പുറമേ യൂസ് ചെയ്യുന്ന ഓയിലുകള്
തലയിൽ തേക്കുന്നത് ഉണ്ടാവും. പ്ലാസ്റ്റിക് ബോട്ടിൽസിലും ഗ്ലാസ് ബോട്ടിൽസിലും വരുന്നുണ്ട് അല്ലെ? ഗ്ലാസ് ബോട്ടിൽസിലും വരുന്നില്ലേ? ഗ്ലാസ് ബോട്ടിൽസിലും വരുന്നുണ്ട്. അത് കൂടാണ്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഓയിൻമെന്റ്സുകൾ ഉണ്ട് അല്ലെ? ഓയിൽ അല്ലാണ്ട് ഓയിൻമെന്റ്സുകൾ ഉണ്ട് അല്ലെ? ജെല്ലുകള്, നമ്മൾ പെയിൻ റിലീഫിന് വേണ്ടി ഉപയോഗിക്കുന്ന ജെല്ലുകള്, അല്ലെങ്കിൽ മുറിവുകൾ പറ്റാൻ ഉപയോഗിക്കുന്ന ഓയിൻമെന്റ്സുകളൊക്കെ ഉണ്ടല്ലോ. അതെങ്ങനെയാണ്? പ്ലാസ്റ്റിക് ട്യൂബ്സുകളിലായിരിക്കും അല്ലെ? ഒന്നില്ലെങ്കിൽ പ്ലാസ്റ്റിക് ട്യൂബ് അല്ലെങ്കിൽ അലുമിനിയം ട്യൂബ്സിൽ കണ്ടിട്ടില്ലേ? അലുമിനിയം ട്യൂബ്സിൽ കണ്ടിട്ടില്ലേ? അപ്പൊ നോക്കിയേ, എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ പെയിൻ റിലീഫിന് ഉപയോഗിക്കുന്നതാവാം, അല്ലെങ്കിൽ മുറിവുകൾ പറ്റുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽമെന്റ്സുകൾ ഉണ്ടല്ലോ. അല്ലെങ്കിൽ എന്താണ്, നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും കളർ ചേഞ്ചസ് വന്നിട്ട് അല്ലെ? അപ്പൊ അവിടെയൊക്കെ ചുണങ്ങ് പോലൊക്കെ വരുമ്പോ നമ്മൾ ബെറ്റാഡിനൊക്കെ എങ്ങനെയാണ്? രണ്ട് രീതിയിലും വരുന്നുണ്ട് അല്ലെ? കുപ്പികളിൽ വരുന്നുണ്ട്, കണ്ടിട്ടുണ്ടോ? ബെറ്റാഡിൻ സിറപ്പ് പോലെ കുപ്പികളിൽ വരുന്നുണ്ട് അല്ലെ? ഗ്ലാസ് സൊല്യൂഷൻ പോലെ വരുന്നുണ്ട്. ഓയിൽമെന്റ്സുകൾ തന്നെ എന്താണ്? അലുമിനിയം ട്യൂബിലും വരുന്നുണ്ട്, പ്ലാസ്റ്റിക് ട്യൂബിലും വരുന്നുണ്ട് ബെറ്റാഡിൻ അല്ലെ? അപ്പൊ അതന്നെയായില്ലേ, 3 രൂപത്തിലായില്ലേ ഒരു മരുന്ന് തന്നെ കാണുന്നത്. അപ്പൊ നോക്കിയേ, external applications such as oil are packed in glass plastic bottles അല്ലെ? എന്താണ്, നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് ഉപയോഗിക്കുന്ന ഓയിലുകള് എന്താണ്, ഗ്ലാസ് ബോട്ടിൽസിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസിലോ പാക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൻമെന്റ്സുകൾ എങ്ങനെയാണ്? പ്ലാസ്റ്റിക് ട്യൂബ്സിലോ അലുമിനിയം ട്യൂബ്സിലോ പാക്ക് ചെയ്യുന്നു അല്ലെ? The tablets or capsules are typically packed 1 into 10 and such 10 strips or blisters are packed again in one customer packing. എന്താണ്, ഒരു സ്ട്രിപ്പിൽ നമ്മൾ പറഞ്ഞു 10 ഡ്രഗ് ആയിരിക്കും, 10 ക്യാപ്സൂൾ ആയിരിക്കും ഉൾക്കൊള്ളുന്നത്, ടാബ്ലറ്റ് ആയിരിക്കും ഉൾക്കൊള്ളുന്നത്. അപ്പൊ ഒരു കസ്റ്റമർ പാക്കിൽ അങ്ങനെയുള്ള 10 സ്ട്രിപ്പുകൾ ഉണ്ടായിരിക്കും. ഓക്കെ ആണോ? 10 സ്ട്രിപ്പുകളോ അല്ലെങ്കിൽ ബ്ലിസ്റ്റർ സ്ട്രിപ്പുകളോ ആയിരിക്കും ഒരു കസ്റ്റമർ പാക്കിങ്ങിലോ വരുന്നത്. അങ്ങനെ നമ്മൾ കാണാറില്ലേ, മെഡിക്കൽ ഷോപ്പിൽ ചെല്ലുമ്പോഴും അവരൊരു ബോക്സ് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു സ്ട്രിപ്പ് എടുത്ത് തരും അല്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ? അപ്പൊ ആ ഒരു ബോക്സിൽ ആ ഒരു മരുന്ന് വരുന്ന ആ ഒരൊറ്റ ബോക്സിൽ അങ്ങനത്തെ 10 സ്ട്രിപ്പുകളാണ് വരുന്നത്. ഓക്കെ ആണോ? ഇത് സിമ്പിൾ ആണ് അല്ലെ? സ്ഥിരം നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ഡ്രഗ്സുകൾ, നമ്മൾ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലെ? എന്താണ്, ടാബ്ലറ്റ്സും ക്യാപ്സൂൾ നമ്മൾ ഉപയോഗിക്കുന്ന മരുന്നുകൾ, ടാബ്ലറ്റ്സ് ആയിക്കോട്ടെ, ക്യാപ്സൂൾ ആയിക്കോട്ടെ, ഇഞ്ചക്ഷൻസ്, ഓറൽ സസ്പെൻഷൻസ്, സിറപ്പ്, ഓയിൻമെന്റുകൾ, ഐ ഡ്രോപ്സ്, ഇയർ ഡ്രോപ്സ് ഒക്കെ ഉണ്ട് അല്ലെ? ഇയർ ഡ്രോപ്സ് അതൊക്കെ എന്താണ്, പല രീതിയിലാണ് പാക്ക് ചെയ്യുന്നത് അല്ലെ? ടാബ്ലറ്റ്സ് എങ്ങനെയൊക്കെ വരുന്നുണ്ട്? സ്ട്രിപ്പുകളായും ബ്ലിസ്റ്റർ പാക്കിങ്ങുകളായിട്ടും വരുന്നുണ്ട്. സ്ട്രിപ്പ് എങ്ങനെയാണ്? അലുമിനിയം സ്ട്രിപ്പ് അലുമിനിയം അല്ലെങ്കിൽ എന്താണ്, അലുമിനിയം സ്ട്രിപ്പ് ആയിട്ടോ അല്ലെങ്കിൽ പേപ്പർ സ്ട്രിപ്പ് ആയിട്ടോ കാണപ്പെടുന്നു. അതേപോലെ എങ്ങനെയാണ് ബ്ലിസ്റ്റർ സ്ട്രിപ്പും എന്താണ്, ട്രാൻസ്പെറന്റ്, ആ ഒരു മെഡിസിന് നമുക്ക് പുറത്തു നിന്ന് നോക്കിയാൽ കാണുന്ന രൂപത്തിൽ അല്ലെ? ട്രാൻസ്പെറന്റ് ആയിരിക്കും. കൂടാതെ അതിന്റെ ബോട്ടത്തിൽ അലുമിനിയം കവറിങ് കൂടി ഇട്ടായിരിക്കും. നെക്സ്റ്റ് പറയുന്നത് എന്താണ്, ക്യാപ്സൂൾസും ഇതുപോലെ സ്ട്രിപ്പുകളായിട്ടോ അല്ലെങ്കിൽ ബ്ലിസ്റ്റർ പാക്കിങ്ങുകളോ ആയിട്ടോ ആണ് പാക്ക് ചെയ്യുന്നത്. പിന്നെ എന്താണ്, നമുക്ക് ക്യാപ്സൂളുകൾ അല്ലെങ്കിൽ ടാബ്ലറ്റ്സുകൾ നമുക്ക് എങ്ങനെ കൂടി ലഭിക്കാറുണ്ടെന്ന്, കസ്റ്റമർ ബോട്ടിൽ അല്ലെ? 30 മുതൽ 100 വരെ ടാബ്ലറ്റ്സുകൾ ഉൾക്കൊള്ളുന്ന കസ്റ്റമർ ബോട്ടിലും നമുക്ക് എന്താണ്, ക്യാപ്സൂളുകളും ചില ഡ്രഗ്സുകളും ലഭിക്കുന്നു. കൂടാതെ എന്താണ്, ഇഞ്ചക്ഷൻസ് ഗ്ലാസ് ബോട്ടിൽസിലോ അതല്ലെങ്കിൽ എന്താണ്, ഗ്ലാസ് ബോട്ടിൽസ് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഓറൽ സസ്പെൻഷൻസ് അല്ലെ? ആന്റിബയോട്ടിക്സ് അങ്ങനെയുള്ള പൗഡേഴ്സ് രൂപത്തിൽ വരുന്ന ഓറൽ സസ്പെൻഷൻസിനാണെങ്കിൽ അത് പ്ലാസ്റ്റിക് ബോട്ടിൽസിലോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിൽസിലോ വരുന്നു. കൂടാതെ സിറപ്പുകള്, ലിക്വിഡ് സസ്പെൻഷൻസ്, ലിക്വിഡ് രൂപത്തിൽ വരുന്ന മരുന്നുകള് എന്താണ്, ഗ്ലാസ് ബോട്ടിൽസിലോ അതല്ലെങ്കിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസിലോ കണ്ടുവരുന്നു, പാക്ക് ചെയ്യുന്നു. പിന്നെ നമ്മൾ എക്സ്റ്റേണൽ യൂസ് ചെയ്യുന്ന, പുറമേ യൂസ് ചെയ്യുന്ന ഓയിലുകള് എന്താണ്, ഗ്ലാസ് ബോട്ടിൽസിലും പ്ലാസ്റ്റിക് ബോട്ടിൽസിലും വരുന്നുണ്ട്. കൂടാതെ എക്സ്റ്റേണൽ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൻമെന്റ്സുകള്
പ്ലാസ്റ്റിക് ട്യൂബ്സുകളിലും അലുമിനിയം ട്യൂബ്സുകളിലും കണ്ടുവരുന്നു. കൂടാതെ ടാബ്ലറ്റ്സുകള് ക്യാപ്സൂൾസുകള് ഒരു സ്ട്രിപ്പില് അല്ലെങ്കിൽ ഒരു ബ്ലിസ്റ്റർ പാക്കിങ്ങില് 10 വരെ മെഡിസിൻ ആണ് അല്ലെ ഉൾക്കൊള്ളുന്നത്. ഇങ്ങനെയുള്ള ഒരു ബോക്സിൽ ഒരു ടാബ്ലറ്റിന്റെ ഒരു ബോക്സിൽ ഇങ്ങനെയുള്ള 10 സ്ട്രിപ്പുകളായിരിക്കും പാക്ക് ചെയ്യുന്നത്. ഓക്കെ ആണോ? നിങ്ങൾക്ക് കുറെ താഴെ കാണിച്ചിട്ടുണ്ട് കണ്ടോ. പേപ്പർ സ്ട്രിപ്പ്, അലുമിനിയം സ്ട്രിപ്പ് കണ്ടോ, ബ്ലിസ്റ്റർ പാക്കിങ് കണ്ടോ. ബ്ലിസ്റ്റർ പാക്കിങ് ഇങ്ങനെയല്ലേ ആന്റിബയോട്ടിക്സുകളൊക്കെ മിക്കവാറും ഈ ബ്ലിസ്റ്റർ പാക്കിങ്ങിലായിരിക്കും അല്ലെ വരുന്നത്. പിന്നെ ബോട്ടിൽ പാക്കിങ് അല്ലെ, പിന്നെ ഇഞ്ചക്ഷൻസ്, ഇഞ്ചക്ഷൻ വിയൽ അല്ലെ, ഇഞ്ചക്ഷൻ കുപ്പികൾ ഇങ്ങനെയല്ലേ വരുന്നത്. ഈ രണ്ടാമത് ഇഞ്ചക്ഷൻ കുപ്പി കണ്ടിരിക്കുന്നത് അതിന്റെ മൂടി നഴ്സുമാരിങ്ങനെ തട്ടിക്കളയുന്നത് കണ്ടിട്ടില്ലേ? ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ ഇല്ലേ? ജസ്റ്റ് ഇങ്ങനെ ഒരു തട്ടിക്കളഞ്ഞിട്ടാണ് അല്ലെ അതിൽ നിന്ന് മെഡിസിൻ എടുക്കുന്നത്. ഇതിൽ നിന്ന് കുത്തിയായിരിക്കും എടുക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ അതൊക്കെ? സിറിഞ്ച് കൊണ്ട് കുത്തി ഇഞ്ചക്ഷൻസ് മരുന്ന് വലിച്ചെടുക്കുക അല്ലെ, പൗഡർ ഫോമിൽ. ഓക്കെ ആണോ? ബ്ലിസ്റ്റർ പാക്കിംഗ് ഇതാണ്, അലുമിനിയം സ്ട്രിപ്പ് ഇതാണ്, പേപ്പർ സ്ട്രിപ്പ് ഇതാണ്, ഓയിന്റ്മെന്റ്സ് ട്യൂബുകൾ അല്ലെ. ഇത് പ്ലാസ്റ്റിക് ട്യൂബ് ആണ് അല്ലെ, ഈ കാണിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് ട്യൂബ് ആണ് അല്ലെ. ഇതിന്റെ തന്നെ അലുമിനിയം ട്യൂബ് വരുന്നുണ്ട് അല്ലെ. ഇത് ജെല്ലാണ് അല്ലെ, പെയിൻ റിലീഫിന് വേണ്ടി ഉപയോഗിക്കുന്ന ജെല്ലാണ് കാണിച്ചിരിക്കുന്നത് അല്ലെ. നെക്സ്റ്റ് ബോട്ടിൽ പാക്കിംഗ് അല്ലെ, ഇങ്ങനെയുള്ള ബോട്ടിൽ നമ്മുടെ അസ്താലിന്റെ റോട്ട ക്യാപ്സുകള് അതല്ലെങ്കിൽ വിറ്റാമിൻ ഇ ക്യാപ്സൂളുകളൊക്കെ ഇതേപോലെയുള്ള ബോട്ടിൽസിലായിരിക്കും വരുന്നത്. ഓക്കെ അല്ലേ? ഇത് സിമ്പിൾ ആണ് അല്ലെ. അപ്പൊ നമ്മുടെ ഫാർമസി ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് എന്നുള്ള ചാപ്റ്റർ ഫിനിഷ് ആയി. അപ്പൊ ജസ്റ്റ് ഒന്ന് നോക്കിയേ, റിവൈസ് ചെയ്തൊന്ന് നോക്കിയ ചാപ്റ്റർ. നമുക്ക് എന്നിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്ന് നോക്കിയേ. എന്നിട്ട് നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാം. നെക്സ്റ്റ് ചാപ്റ്റർ മീൻസ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ, JCI. സിമ്പിൾ ആണ് കേട്ടോ. JCI നിങ്ങൾ പഠിച്ചത് തന്നെയാണ്. അത് കുറച്ചും കൂടി വൈഡ് ആയിട്ട് നിങ്ങൾക്ക് എടുത്തിരിക്കുന്നത്. ഡിപ്ലോമയിൽ നിങ്ങൾ പഠിച്ചില്ലേ JCI? പഠിച്ചോ? ക്വാളിറ്റി മാനേജ്മെന്റില്ല ഒരു ചെറിയൊരു സെക്ഷൻ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഇൻട്രൊഡക്ഷൻ ടു JCI. അതേപോലെ നാബിൽ ഒരു ചെറിയൊരു പാരഗ്രാഫ് പഠിച്ചിട്ടുണ്ട് അല്ലെ, ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബില് ചെറിയൊരു പാരഗ്രാഫ് പഠിച്ചിട്ടുണ്ട് അല്ലെ. നിങ്ങൾ നോക്കോ, നമ്മുടെ ചാപ്റ്റർ തീർന്ന ചാപ്റ്റർ ഒന്ന് നോക്കിയേ. എന്നിട്ട് മിസ് നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ആണോ? ക്ലിയർ ആണോ?
നെക്സ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തോട്ടെ മിസ്. നിങ്ങൾ നാപ്പില് ഒരു ഇതേള് സ്റ്റാൻഡേർഡുകൾ പഠിച്ചില്ലേ? പേഷ്യന്റ് സെന്റേർഡ് സ്റ്റാൻഡേർഡ്, മാനേജ്മെന്റ് സ്റ്റാൻഡേർഡ് ഒക്കെ പഠിച്ചില്ലേ? ഫെസിലിറ്റി മാനേജ്മെന്റ് ആൻഡ് സേഫ്റ്റി, റെസ്പോൺസിബിലിറ്റീസ് ഓഫ് മാനേജ്മെന്റ്, അതൊക്കെയാണ് കേട്ടോ. അതില് വരുന്ന ഇതൊക്കെയാണ് നാബിലിന്റെ ഇതാണ് കേട്ടോ. അതിലെ സ്റ്റാൻഡേർഡുകളൊക്കെയാണ് ഈ പറയുന്നത്. നമുക്ക് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ആണ് കേട്ടോ മിസ് എടുക്കുന്നത്. എന്താണ് JCI എന്ന് പറഞ്ഞാൽ? എന്താണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ? ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? എന്തിനു വേണ്ടിയുള്ളതാണ്? അക്രഡിറ്റേഷന് വേണ്ടി മാത്രം. അക്രഡിറ്റേഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമാണോ നമ്മുടെ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ? നമ്മുടെ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, അക്രഡിറ്റേഷൻ മാത്രമാണോ അവർ ചെയ്യുന്നത്? ആണോ? ആണോ? അല്ല അല്ലെ? എന്താണ് വേൾഡ് വൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? അവര് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? അവരുടെ സ്റ്റാൻഡേർഡുകളെ കുറിച്ചും ഹോസ്പിറ്റലുടെ ക്വാളിറ്റികളെ കുറിച്ചും അല്ലെ, പേഷ്യന്റ് സേഫ്റ്റിയെ കുറിച്ചും ഒക്കെ എന്താണ് അവര് എഡ്യൂക്കേഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ? അവബോധം കൊടുക്കുന്നുണ്ട് ഒരു വേൾഡ് വൈഡ് രീതിയിൽ. കൂടാതെ എന്താണ് ഇന്റർനാഷണൽ ലെവലില്, അന്താരാഷ്ട്ര ലെവലില് എന്താണ് അക്രഡിറ്റേഷൻ കൊടുക്കുന്നുണ്ട്, അംഗീകാരം കൊടുക്കുന്നുണ്ട്. കൂടാതെ എന്താണ് അഡ്വൈസറി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? ഒരു ഹോസ്പിറ്റലുകൾക്ക് അഡ്വൈസറി സർവീസുകൾ കൊടുക്കുന്നുണ്ടോ? നമ്മൾ ക്വാളിറ്റി അഷുറൻസ് ആൻഡ് നാബിൽ പഠിച്ചു. അഡ്വൈസറി സർവീസുകൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെ? എന്താണ് ഹോസ്പിറ്റലില് അക്രഡിറ്റേഷൻ മാത്രമല്ല, ഹോസ്പിറ്റലുകൾക്ക് മാത്രമാണ് ഒരു അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് JCI? അല്ല അല്ലെ? 8 തരത്തിലുള്ള എന്താണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനാണ് അല്ലെ, ഹെൽത്ത് കെയർ പ്രോഗ്രാമുകൾക്കാണ് JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് അല്ലെ? അതില് ഒരു വിഭാഗമാണ് ഹോസ്പിറ്റൽ. ഓർമ്മയുണ്ടോ? ഏതൊക്കെയാണ് ആ ഒരു 8 വിഭാഗം എന്ന് ഓർമ്മയുണ്ടോ? ഹെൽത്ത് കെയർ പ്രോഗ്രാംസുകള്. ക്ലിനിക്കൽ ലാബ് ലാബ് വരുന്നുണ്ട് അല്ലെ? ഹോസ്പിറ്റല് വരുന്നുണ്ട്, ക്ലിനിക്കൽ ലാബുകൾ വരുന്നുണ്ട്, അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ് അല്ലെ? എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണ് അക്കാദമിക് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റൽസ്, ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസിന് കൊടുക്കുന്നുണ്ട് അല്ലേ? ഔട്ട് പേഷ്യന്റ് ക്ലിനിക്കുകൾക്ക് അല്ലേ? ആംബുലേറ്ററി കെയർ ഫെസിലിറ്റീസിന് കൊടുക്കുന്നുണ്ട്. ലോങ് ടേം കെയർ ഫെസിലിറ്റീസ് അല്ലെ? ലോങ് ടേം പ്രൈമറി കെയർ അല്ലെ? പിന്നെ എന്താണ് ലോങ് ടേം കെയറിന് കൊടുക്കുന്നുണ്ടോ? പിന്നെ മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ അല്ലേ? മെഡിക്കൽ ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷനുകൾക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ? പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഏതാണ് പ്രൈമറി കെയർ സെന്റേഴ്സ് അല്ലെ? കമ്മ്യൂണിറ്റി ഇന്റഗ്രേഷൻ ഒക്കെ വേണ്ടിയിട്ട് പ്രൈമറി കെയർ സെന്റേഴ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനാണ് നമ്മുടെ JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നത്. ഈ ഒരു അക്രഡിറ്റേഷൻ പ്രോഗ്രാം മാത്രമല്ല ഇവർ കൊടുക്കുന്നത്, വേൾഡ് വൈഡ് രീതിയിൽ ഒരു എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ പേഷ്യന്റ് സേഫ്റ്റി, അവരുടെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി കെയറുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
കൂടാതെ അഡ്വൈസറി സർവീസുകൾ കൊടുക്കുന്നുണ്ട്. കൂടാതെ എന്താണ് അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റുകളും നമ്മുടെ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ നൽകുന്നു. ഇത് ഏത് ബേസ്ഡ് ആണ്? നമ്മുടെ US ബേസ്ഡ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡി ആണല്ലേ, അല്ലേ? US ബേസ്ഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ് ബേസ്ഡ് അക്രഡിറ്റേഷൻ ബോഡിയാണ് JCI. പൊതുവെയുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ JCIയില് എന്താണ് 47-ൽ കൂടുതൽ രാജ്യങ്ങളിലായി കൺട്രീസിലായിട്ട് 820 ഹോസ്പിറ്റലുകൾക്കാണ് നമ്മുടെ JCI അക്രഡിറ്റേഷൻ കൊടുത്തിരിക്കുന്നത്. അതിൽ 21 ഹോസ്പിറ്റൽ എവിടെ തന്നെയുള്ളതാണ്? നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള 21 ഹോസ്പിറ്റലുകൾക്കാണ് അക്രഡിറ്റേഷൻ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? മിസ് പറഞ്ഞത് ഓക്കെ ആണോ? JCI എന്ന് പറഞ്ഞാൽ ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ എന്നാണ്. ഇതെന്താണ്? നമ്മുടെ ഹോസ്പിറ്റൽ അല്ലാതെ ബാക്കി 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനാണ് നമ്മുടെ JCI അക്രഡിറ്റേഷൻ നൽകുന്നത്. ഇവര് എന്താണ് ഈ JCI അക്രഡിറ്റേഷൻ മാത്രമല്ല നൽകുന്നത്, വേൾഡ് വൈഡ് അല്ലെ, ലോകമെമ്പാടും നമ്മുടെ പേഷ്യന്റ് സേഫ്റ്റി അല്ലെങ്കിൽ ക്വാളിറ്റി കെയർ അങ്ങനെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റലുകൾക്കും മറ്റ് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനും അവർ അഡ്വൈസറി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ അക്രഡിറ്റേഷൻ സർവീസുകളും നമ്മുടെ ജോയിന്റ് കമ്മീഷൻ നൽകുന്നുണ്ട്. എന്താണ് ഇതെന്തെങ്കിലും ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്നതാണോ അക്രഡിറ്റേഷൻ? അല്ല അല്ലേ, ഒരു ലാഭേച്ഛയും ഇല്ലാത്തയാണ് അല്ലെ ഇവരുടെ പ്രവർത്തനം. ആകെ ഇവരുടെ എയിം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അക്രഡിറ്റേഷൻ JCIയുടെ എയിം, ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾക്ക് അല്ലെ, രാജ്യങ്ങളിലുള്ള ജനങ്ങൾക്ക്, പോപ്പുലേഷൻസിന് ഗുണനിലവാരമുള്ള പരിചരണം ലഭ്യമാക്കുക അല്ലെ. ഇവരുടെ അക്രഡിറ്റേഷൻ സർവീസുകളിലൂടെ ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ ജനങ്ങൾക്ക് ക്വാളിറ്റിയുള്ള അല്ലെ ഗുണനിലവാരമുള്ള പരിചരണം ലഭ്യമാക്കുക എന്നുള്ളതാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണലിന്റെ ലക്ഷ്യം. ഓക്കെയാണോ? നെക്സ്റ്റ് എന്താണ് പറഞ്ഞത്? നമ്മുടെ JCI എന്താണ് 47-ൽ കൂടുതൽ രാജ്യങ്ങളിലായി 820 ഹോസ്പിറ്റലുകൾക്കാണ് അക്രഡിറ്റേഷൻ കൊടുത്തിരിക്കുന്നത്. അതിൽ 21 ഹോസ്പിറ്റലും ഇവിടെ തന്നെയുള്ളതാണ്, നമ്മുടെ ഇന്ത്യയിൽ തന്നെയുള്ള ഹോസ്പിറ്റലുകളാണ്. ഓക്കെയാണോ? പിന്നെ നമുക്ക് അക്രഡിറ്റേഷൻ ലഭിക്കണമെങ്കിൽ എന്താണ് നമ്മുടെ ഈ JCI കുറച്ച് സ്റ്റാൻഡേർഡുകൾ പറയുന്നുണ്ട് അല്ലെ, ഗുണനിലവാര മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് അല്ലെ. അതുകൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം നമ്മുടെ ഹോസ്പിറ്റലുകളിൽ പ്രാവർത്തികമാക്കിയാൽ മാത്രമാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് അല്ലെ. അതല്ലാണ്ട് ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന് ചെന്ന ഒരു അക്രഡിറ്റേഷൻ കൊടുക്കോ? ഇല്ല. എന്താണ് നമ്മുടെ JCI പറയുന്ന സ്റ്റാൻഡേർഡുകള് ആ ഒരു ഹോസ്പിറ്റലില് പ്രാവർത്തികമാക്കിയാൽ മാത്രമാണ് അവരെന്ത് നൽകുന്നത്? അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് അല്ലെ. അത് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഓൺസൈറ്റ് സർവേ നടത്തുന്നുണ്ട് അല്ലെ. ആ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് സർവേ നടത്തിയതിന് ശേഷം മാത്രമാണ് അവരെന്ത് കൊടുക്കുന്നത്? അസസ് ചെയ്തതിന് മാത്രമാണ് അവരെന്ത് അക്രഡിറ്റേഷൻ പ്രൊവൈഡ് നൽകുന്നത്. ഓക്കെ ആണോ? പിന്നെ നമുക്ക് ഇപ്പൊ ഈ ഒരു വർഷം നമുക്ക് 2025 നമുക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചു. ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പിന്നെ ആ സ്റ്റാൻഡേർഡ് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പാടുണ്ടോ? നമുക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ആ ഒരു JCIയുടെ സ്റ്റാൻഡേർഡ് സ്റ്റോപ്പ് ചെയ്യോ? ഇല്ല അല്ലെ. നമ്മ അത് ഫോളോ ചെയ്യണം അല്ലെ. നമ്മ അത് ഫോളോ ചെയ്യണം. ഫോളോ ചെയ്തിട്ട് എന്താണ് 3 വർഷം ആവുമ്പോഴേക്കും നമ്മൾ റീ അക്രഡിറ്റേഷന് വേണ്ടി അപേക്ഷ ഷെഡ്യൂൾ ചെയ്യണം അല്ലെ.
3 വർഷം ആവുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും, റീ അക്രഡിറ്റേഷന് കൊടുത്ത് അത് കഴിഞ്ഞ് അവർ വന്ന് വീണ്ടും നമ്മുടെ ഹോസ്പിറ്റലിൽ വന്ന് ഓൺസൈറ്റ് സർവേ വിലയിരുത്തലൊക്കെ നടത്തിയതിനു ശേഷം നമുക്ക് അക്രഡിറ്റേഷൻ ലഭിച്ച് 4ാമത്തെ വർഷമായിരിക്കും അത് പ്രാവർത്തികമാക്കുക അല്ലെ. പ്രാബല്യത്തിൽ വരുന്നത് 4ാമത്തെ വർഷമായിരിക്കും. ഓക്കെ ആണോ? ഇതൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. മിസ് നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞെന്നാണ് കേട്ടോ. അപ്പൊ നമുക്ക് വേഗം വേഗം അങ്ങോട്ട് പറഞ്ഞു പോവാം. ഓക്കെ ആണോ? JCI നാഷണൽ ലെവലിൽ മാത്രമാണോ അക്രഡിറ്റേഷൻ നൽകുന്നത്? ആണോ? പേരിൽ തന്നെയുണ്ട് അല്ലെ. ഇന്റർനാഷണൽ ലെവലിലാണ് അല്ലെ. അല്ലെ, ഇന്റർനാഷണൽ ലെവലിലാണ് ഹോസ്പിറ്റലുകൾക്ക് അല്ലെങ്കിൽ അതർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് അക്രഡിറ്റേഷൻ നൽകുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുന്നുണ്ട്? മെഡിക്കൽ ടൂറിസത്തെ എൻകറേജ് ചെയ്യുന്നുണ്ടോ? മെഡിക്കൽ ടൂറിസം എൻകറേജ് ചെയ്യുന്നുണ്ടോ? ക്ലിയർ ആയോ? ഓക്കെ ആണോ? എന്ന് വെച്ചാല് എന്താണ്, ഇപ്പൊ നമ്മ പറയാറില്ലേ ആസ്റ്റർ മെഡ്സിറ്റി ഒക്കെ ഉണ്ടോ നിങ്ങളുടെ വീടിന്റെ? ആസ്റ്റർ മെഡ്സിറ്റിയിലൊക്കെ എന്താണ് നമ്മുടെ ഫോറിനേഴ്സ് വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട് അല്ലെ. അതല്ലെങ്കിൽ ക്രാഫ്റ്റ് ഹോസ്പിറ്റൽ, അവിടേക്ക് എന്താണ് പുറത്തു നിന്നുള്ള അല്ലെ, പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നുണ്ട്. അതെന്താണ്? മെഡിക്കൽ ടൂറിസം ആണ് അല്ലെ. നമ്മുടെ ഹോസ്പിറ്റലിന്, ആ ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ്, അന്താരാഷ്ട്ര ഇതിലുള്ള ആളുകൾ മനസ്സിലാക്കിയാണ് അല്ലെ ആ ഒരു ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പരിചരണങ്ങള് പേഷ്യന്റിന്റെ ഗുണനില എന്താണ്, സേഫ്റ്റിയും സുരക്ഷിതത്വവും ക്വാളിറ്റി ഉള്ളതാണെന്ന് അവർക്കും കൂടി ബോധ്യപ്പെടില്ലേ അക്രഡിറ്റേഷൻ പ്രോസസ്സിലൂടെ? അപ്പൊ എന്ത് ചെയ്യാം, ഫോറിനേഴ്സ് ട്രീറ്റ്മെന്റിന് വേണ്ടി ആ ഒരു ഹോസ്പിറ്റലിലേക്ക് വരില്ലേ, ആകർഷിക്കും. ആ ഒരു ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റ് എന്താണ്, ഫോറിനേഴ്സിനെ ആകർഷിക്കും. അപ്പൊ അവരൊരു ഇന്റർനാഷണൽ ലെവൽ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അല്ലെ. അപ്പൊ എന്താണ്, പുറത്തു നിന്നുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകള് നമ്മുടെ ഹോസ്പിറ്റലില്, നമ്മുടെ രാജ്യത്തുള്ള ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നു അല്ലെ. അപ്പൊ ഈ ഒരു അക്രഡിറ്റേഷൻ ലഭിക്കുന്നത് നമ്മുടെ മെഡിക്കൽ ടൂറിസത്തെ എൻകറേജ് ചെയ്യുന്നുണ്ട് അല്ലെ. കൂടാതെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ് അത് ഹോസ്പിറ്റലുകാർക്ക് അല്ലെ. മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആണ് അല്ലെ. നമുക്കറിയാം ഇപ്പൊ നമ്മുടെ വീടിന്റെ അടുത്ത് അല്ലെങ്കിൽ നമ്മുടെ ലൊക്കാലിറ്റിയില് ഇപ്പൊ 1-2 ഹോസ്പിറ്റലാണോ ഉള്ളത്? 1-2 ഹോസ്പിറ്റലാണോ ഉള്ളത്? അല്ല അല്ലെ, ഒരുപാട് ഹോസ്പിറ്റൽ ഉണ്ട് അല്ലെ. ആ ഒരുപാട് ഹോസ്പിറ്റലുകളില് ഒരു ഹോസ്പിറ്റലിന് അംഗീകാരം ലഭിച്ചു എന്ന് പറയുമ്പോൾ അവിടേക്കല്ലേ ജനങ്ങൾ വരാം, നമ്മുടെ സ്വാഭാവികമായിട്ടും ആളുകള്. അപ്പൊ അതെന്താണ്, ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അല്ലെ. കൂടാതെ എന്താണ്, അവിടെ നൽകുന്ന ആ ഒരു അക്രഡിറ്റേഷൻ ലഭിച്ച ഹോസ്പിറ്റലുകളിൽ നിന്ന് നൽകുന്ന പരിചരണം എങ്ങനെയുള്ളതായിരിക്കും? പേഷ്യന്റിന്റെ സേഫ്റ്റിയും ഗുണനിലവാരം ഉറപ്പുവരുത്തിയതുമായിരിക്കും. ഓക്കെയാണോ? ഓക്കെ. നമുക്ക് ചാപ്റ്റർ തുടങ്ങാനോ? ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഓക്കെ. നമ്മുടെ എന്താണ് ഇന്റർനാഷണൽ ലെവലിലെ ഹോസ്പിറ്റലുകൾക്ക് അതല്ലെങ്കിൽ മറ്റ് നമ്മൾ ഈ ഒരു JCI പറയുന്ന 8 തരത്തിലുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ അക്രഡിറ്റേഷൻ സർട്ടിഫിക്കറ്റുകൾ, അഡ്വൈസറി സർവീസുകൾ അല്ലെ, എഡ്യൂക്കേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ജോയിന്റ് കമ്മീഷൻ ഇന്റർനാഷണൽ ചെയ്യുന്നത്. കൂടുതലായിട്ടും അക്രഡിറ്റേഷൻ ആണ് കേട്ടോ. അപ്പൊ നോക്കാം നമുക്ക്. ക്വസ്റ്റ്യൻ JCI ഒക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. JCI സ്റ്റാൻഡ്സ് ഫോർ എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരുന്നതാണ്. Joint Commission International, JCI. Joint Commission International is one of the world's leading non-profit patient safety organization. അല്ലെ, ലോകത്തിലെ നമ്മുടെ വേൾഡിലെ തന്നെ എന്താണ് പ്രമുഖ non-profit safety patient safety ഓർഗനൈസേഷനിൽ ഒന്നാണ് എന്ത് JCI എന്ന് പറയുന്നത് അല്ലെ.
അവര് ലാഭേച്ഛയില്ലാത്ത പ്രവർത്തനമല്ലേ, നോൺ പ്രോഫിറ്റ് ആണ് അല്ലേ? എന്തെങ്കിലും ലാഭം പ്രതീക്ഷിച്ചുകൊണ്ടാണോ അവർ ആ ഒരു പ്രവർത്തനം അക്രഡിറ്റേഷൻ പ്രോസസ് നൽകുന്നത്? ആണോ? അല്ല. എന്തുമാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്? അന്താരാഷ്ട്ര തലത്തില് നമ്മുടെ പേഷ്യൻസിന്റെ സേഫ്റ്റിയും സുരക്ഷിതത്വവും എന്താണ്, ക്വാളിറ്റി കെയർ അല്ലെ, ഗുണനിലവാരമുള്ള പരിചരണം മാത്രമാണ് അവര് എയിം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്, നോൺ പ്രോഫിറ്റ് പേഷ്യന്റ് സേഫ്റ്റി ഓർഗനൈസേഷൻ ആണ് അല്ലെ. ഒരു എന്താണ്, പ്രോഫിറ്റും പ്രതീക്ഷിക്കാതെ പേഷ്യന്റ് സേഫ്റ്റി മാത്രം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ ഒന്നാണ് JCI എന്ന് പറയുന്നത്. JCI seeks a world where every patients receive the highest quality of care possible. അല്ലെ, എല്ലാ പേഷ്യൻസിനും എന്താണ്, എല്ലാ വേൾഡിലെ തന്നെ കേട്ടോ, ഒരു ഭാഗത്ത് ഒരു നാഷണലിലെ മാത്രമല്ല, വേൾഡിലെ തന്നെ അല്ലെ, ലോകത്തിലെ തന്നെ എല്ലാ രോഗികൾക്കും സാധ്യമായ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം ലഭ്യമാക്കുക എന്നതാണ് JCIയുടെ ലക്ഷ്യം. ഓക്കെയാണോ? ഒരു നാഷണൽ ഇന്ത്യയിലെ മാത്രം കമ്മ്യൂണിറ്റിയിലല്ല, അല്ലെങ്കിൽ US മാത്രം കമ്മ്യൂണിറ്റിയിലല്ല, നമ്മളെ വേൾഡിലെ തന്നെ അല്ലെ, ലോകത്തിലെ തന്നെ എല്ലാ പേഷ്യൻസിനും, എല്ലാ രോഗികൾക്കും എന്താണ്, ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള പരിചരണം ലഭ്യമാക്കുക എന്നുള്ളതാണ് JCIയുടെ ലക്ഷ്യം. ഓക്കെയാണോ? പറഞ്ഞത് തന്നെയാണ് ഒന്നുകൂടെ കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പറയുന്നത്, the most visible way we can chase this goal is through our accreditation program. അല്ലെ, അപ്പൊ അവര് ആ ഒരു വിസിബിൾ വേ, അതായത് അവര് ആ ഒരു ലക്ഷ്യം അവര് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്തിലൂടെയാണ്? അവരുടെ ആ ഒരു അക്രഡിറ്റേഷൻ പ്രോഗ്രാമിലൂടെയാണ് അല്ലെ. ഇപ്പൊ അവര് ഹോസ്പിറ്റലില് അക്രഡിറ്റേഷൻ കൊടുക്കുമ്പോൾ ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന പരിചരണം എങ്ങനെയുള്ളതായിരിക്കും? പേഷ്യന്റിന്റെ സേഫ്റ്റിയും ക്വാളിറ്റിയും മുൻനിർത്തിയായിരിക്കും അല്ലെ? ആണോ? അപ്പൊ അവര് ആ ഒരു പേഷ്യന്റ്, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അല്ലെങ്കിൽ രോഗികൾക്ക് എങ്ങനെയുള്ള സർവീസ്, ക്വാളിറ്റി ഉള്ള പരിചരണം ലഭ്യമാക്കുക എന്നുള്ളത് അവരെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്? ആ ഒരു JCIയുടെ അക്രഡിറ്റേഷൻ പ്രോഗ്രാമിലൂടെയാണ് അവര് സാറ്റിസ്ഫൈ ചെയ്യുന്ന നടപ്പിലാക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ്, JCI regularly publishes a demanding set of standard. ഒന്നുകൂടെ പറയണം, പറയാം. അതായത് നമ്മ പറഞ്ഞു, അതിന് മുമ്പത്തെ സെന്റൻസിൽ പറഞ്ഞു, JCIയുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു? ലോകമെമ്പാടുമുള്ള രോഗികൾക്ക് ഉയർന്ന നിലവാരമുള്ള പരിചരണം ലഭ്യമാക്കുക അല്ലെ, അതാണ് JCIയുടെ ലക്ഷ്യം. അപ്പൊ അവരുടെ ആ ഒരു ലക്ഷ്യം, JCIയുടെ ആ ഒരു എയിം അവര് സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്തിലൂടെയാണ്? ആ ഒരു JCIയുടെ അക്രഡിറ്റേഷൻ പ്രോഗ്രാമിലൂടെയാണ്. എന്ന് വെച്ചാല് ഇപ്പൊ ഒരു ഹോസ്പിറ്റൽ, ഇപ്പൊ നമ്മ പറഞ്ഞു ഇന്ത്യയിൽ തന്നെ 21 ഹോസ്പിറ്റലുകൾക്ക് അവർ അക്രഡിറ്റേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു 21 ഹോസ്പിറ്റലിൽ പോകുന്ന ജനങ്ങൾക്ക് എങ്ങനെയുള്ള, രോഗികൾക്ക് എങ്ങനെയുള്ള പരിചരണമായിരിക്കും ലഭിക്കുന്നത്? ക്വാളിറ്റിയുള്ള പരിചരണം അല്ലെ, ഗുണനിലവാരമുള്ള പരിചരണവും പേഷ്യന്റിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നുണ്ടോ? സേഫ്റ്റിയും ക്വാളിറ്റി അല്ലെ ഉറപ്പുവരുത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു അക്രഡിറ്റേഷൻ പ്രോഗ്രാമിലൂടെ അവരുടെ ലക്ഷ്യം നടപ്പിലാക്കാനാണ് അവർ ശ്രമിക്കുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് പറയുന്നത്, to that end, JCI regularly publishes a demanding set of standards that represent the most current thinking in patient safety and quality improvement. അല്ലേ? എന്താണ്? രോഗിയുടെ നമ്മുടെ പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് അല്ലെ, ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനു വേണ്ടി JCI പുതിയ ചിന്താഗതിയെ സ്വാധീനിക്കുന്ന സ്റ്റാൻഡേർഡുകൾ പ്രസിദ്ധീകരിക്കുന്നു അല്ലെ. നമുക്കറിയാം
നമ്മുടെ ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ വർഷം ചെല്ലും തോറും നമ്മുടെ മെഡിക്കൽ ആ ഒരു സെക്ഷനിൽ പുരോഗമനം അല്ലെ, പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണോ, അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ട്രീറ്റ്മെന്റുകളില്, സർവീസുകളില്, എക്യുപ്മെന്റുകളില്, ഫെസിലിറ്റീസില് അല്ലെ ആണോ. പണ്ട് ഒരു 4 വർഷം മുമ്പ് അല്ലെങ്കിൽ ഒരു 5 വർഷം മുമ്പ് നമ്മ കണ്ട ഹോസ്പിറ്റലുകളാണോ ഇന്ന് നിലവിലുള്ളത്? ഇപ്പൊ നമ്മ അവിടെ ചെന്ന് കണ്ടാല് അവിടുത്തെ ഫെസിലിറ്റീസില് അല്ല അല്ലെ. ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ, ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു ചേഞ്ചസ് വരുന്നതിനനുസരിച്ച് ഈ അക്രഡിറ്റേഷന്റെ സ്റ്റാൻഡേർഡുകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരണ്ടേ? അപ്പൊ എന്താണ്, ഈ ഒരു രോഗിയുടെ സുരക്ഷിതത്വവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി JCI പുതിയ ചിന്താഗതികളെ അല്ലെ സ്വാധീനിക്കുന്ന സ്റ്റാൻഡേർഡുകൾ പ്രസിദ്ധീകരിക്കുന്നു. ഓക്കെയാണോ? അപ്പൊ അതെന്താണ്, JCI ഓരോ തവണ ചെല്ലുന്തോറും എന്താണ് അവരുടെ സ്റ്റാൻഡേർഡുകളിൽ വ്യത്യാസം കൊണ്ടുവരുന്നു. ഓക്കെയാണോ? ഓക്കെയായോ? ഇപ്പൊ ചിലപ്പോ നമ്മുടെ ക്യാരക്ടറില് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലില് ഇപ്പൊ ഒരു 4 വർഷം മുമ്പുള്ള ഒരു ലൈഫ് സ്റ്റൈലാണോ നമ്മുടെ ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈല്? ആണോ? അല്ല അല്ലെ, ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് അല്ലേ. ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലേ ഒരുപാട് കാര്യം ലൈഫ് സ്റ്റൈലിൽ തന്നെ അല്ലേ. അപ്പൊ അതേപോലെ എന്താണ്, ഹോസ്പിറ്റലുകളും ഒരുപാട് അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ അതിനനുസരിച്ച് അവിടെ ഫെസിലിറ്റീസ് വരുന്നുണ്ട്, എക്യുപ്മെന്റുകൾ വരുന്നുണ്ട്, അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചറിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്, സേവനങ്ങളിലെ സർവീസുകളിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അല്ലെ, അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന ട്രീറ്റ്മെന്റുകളിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് പേഷ്യന്റിന്റെ സേഫ്റ്റിയും ക്വാളിറ്റി ഉറപ്പുവരുത്തണ്ടേ? കൊണ്ടുവരുന്ന എക്യുപ്മെന്റുകൾക്കനുസരിച്ച്, സർവീസുകൾക്കനുസരിച്ച്, ഫെസിലിറ്റീസിനനുസരിച്ച് അല്ലെ. അപ്പൊ അതിനനുസരിച്ച് സ്റ്റാൻഡേർഡുകൾ പുതുക്കണ്ടേ JCI? അതാണ് പറയുന്നത്. എന്താണ്, പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും ഗുണനിലവാരവും മുൻനിർത്തിക്കൊണ്ട് അല്ലെ എന്താണ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് JCI പുതിയ ചിന്താഗതി നമ്മുടെ മോഡേണൈസ് ആവുന്നതിനനുസരിച്ച് അല്ലെ പുതിയ ചിന്താഗതികളെ സ്വാധീനിക്കുന്ന എന്താണ് സ്റ്റാൻഡേർഡുകൾ പ്രസിദ്ധീകരിക്കുന്നു. ഓക്കെ ആയോ? ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസ് ദാറ്റ് ആർ ഏബിൾ ടു മീറ്റ് ദീസ് സ്റ്റാൻഡേർഡ്സ് മസ്റ്റ് അണ്ടർഗോ എ കോംപ്രഹെൻസീവ് ആൻഡ് റിഗറസ് ഓൺ-സൈറ്റ് സർവേ കണ്ടക്ടഡ് ബൈ JCI in order to achieve അക്രഡിറ്റേഷൻ അല്ലെ. അപ്പൊ ആ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആ ഒരു അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ അവർ എന്ത് ചെയ്യണം? That are a healthcare organization that are able to meet this standard അല്ലെ. ഈ ഒരു JCI പറയുന്ന സ്റ്റാൻഡേർഡുകൾ അവർ മെറ്റ് ചെയ്യണം അല്ലെ, പാലിക്കണം അല്ലേ. പിന്നെ എന്താണ്, JCI നടത്തുന്ന എന്താണ് കോംപ്രഹെൻസീവ് അല്ലെ എന്താണ് സമഗ്രമായതും കർശനമായിട്ടുള്ള റിഗറസ് എന്ന് പറഞ്ഞാൽ കർശനമായിട്ടുള്ള എന്താണ് ഓൺസൈറ്റ് സർവേകൾക്ക് വിധേയരാകുകയും ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഹെൽത്ത് കെയർ ഓർഗനൈസേഷനുകൾ ഈ JCI അക്രഡിറ്റേഷൻ ലഭിക്കുകയുള്ളൂ. എന്തൊക്കെയാണ് നമ്മുടെ JCI പറയുന്ന സ്റ്റാൻഡേർഡുകൾ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് പാലിക്കുകയും വേണം. കൂടാതെ JCIയുടെ സമഗ്രം കോംപ്രഹെൻസീവ് ആൻഡ് റിഗറസ് അല്ലെ സമഗ്രവും എന്താണ് കർശനമായിട്ടുള്ള ഓൺസൈറ്റ് സർവേകൾക്ക് വിധേയരായാൽ മാത്രമാണ് ആ ഒരു ഹെൽത്ത് കെയർ ഓർഗനൈസേഷന് അക്രഡിറ്റേഷൻ ലഭിക്കുകയുള്ളൂ. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. Next, once accredited, organization must continue to meet our standards and are regularly assessed through periodic resurvey. അല്ലെ നമ്മ പറഞ്ഞു അല്ലെ
ഒരു തവണ നമുക്ക് അക്രഡിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? JCI പറയുന്ന ആ ഒരു സ്റ്റാൻഡേർഡുകൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യണം അല്ലെ, തുടർന്നു കൊണ്ടിരിക്കണം ആ ഒരു ഹോസ്പിറ്റൽ അല്ലേ. അപ്പൊ ആ ഒരു അക്രഡിറ്റേഷൻ ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വീണ്ടും അക്രഡിറ്റേഷൻ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റീസർവേ നടത്തണം അല്ലേ, വേണ്ടേ? അപ്പൊ നോക്കിയേ, വൺസ് അക്രഡിറ്റഡ്, ഒരു തവണ ആ ഒരു ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ അക്രഡിറ്റേഷൻ ലഭിച്ചാൽ അവരെന്ത് ചെയ്യണം? JCIയുടെ സ്റ്റാൻഡേർഡുകൾ അവര് തുടരുകയും കൂടാതെ എന്താണ് നമ്മുടെ JCIയുടെ പീരിയോഡിക് ആയിട്ടുള്ള അല്ലെ തുടർച്ചയായിട്ടുള്ള റീസർവേകൾ അവര് നടത്തുകയും വേണം. ഓക്കെയാണോ? നെക്സ്റ്റ് പറയുന്നത് JCI കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ഫ്രം ദ ഓർഗനൈസേഷൻ ബി അക്രഡിറ്റഡ് അല്ലെ. എന്താണ് നമുക്ക് ഈ ഒരു ഓർഗനൈസേഷന് അംഗീകാരം ലഭിച്ചു കഴിഞ്ഞാൽ, അക്രഡിറ്റേഷൻ ലഭിച്ചു കഴിഞ്ഞാൽ എന്താണ്? JCI പൂർണ്ണമായും സ്വതന്ത്രമാണ് അല്ലെ. ഈ ഒരു അക്രഡിറ്റേഷൻ കിട്ടിയ ഒരു ഹോസ്പിറ്റലിനോട് അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിനോട് എന്തെങ്കിലും ബാധ്യതയുണ്ടോ? JCIക്ക് കടപ്പാടുണ്ടോ? ഇല്ല അല്ലെ. എന്താണ്? JCI പൂർണ്ണമായിട്ടും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ബോഡിയാണ് അല്ലെ. ലാഭേച്ഛയില്ലാത്ത അല്ലെ, ഒരാളെയും പിന്തുണയ്ക്കാത്ത അല്ലെ, ആണോ? ആണ്. അപ്പൊ എന്താണ്? എന്താണ് അംഗീകൃത ഓർഗനൈസേഷനിൽ നിന്ന് ഇവര് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ആ ഒരു ഓർഗനൈസേഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ബോർഡാണ് JCI. ഓക്കെ അല്ലേ? JCIക്ക് നമുക്ക് കാശ് കൊടുത്ത് നമുക്ക് അക്രഡിറ്റേഷൻ മേടിക്കാൻ പറ്റുമോ? ഇല്ല. എന്താണ്? JCI പറയുന്ന സ്റ്റാൻഡേർഡുകൾ അല്ലെ, അവര് പറയുന്ന റിക്വയർമെന്റ്സുകൾ എല്ലാം പ്രാവർത്തികമാക്കിയാൽ മാത്രമാണ് ആ ഒരു ഹോസ്പിറ്റലിന് അല്ലെങ്കിൽ ആ ഒരു ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിന് അക്രഡിറ്റേഷൻ ലഭിക്കുകയുള്ളൂ അല്ലെ. അപ്പൊ എന്താണ്? JCI പൂർണ്ണമായിട്ടും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു അക്രഡിറ്റേഷൻ ബോർഡ് ആണ്. ഓക്കെയാണോ? നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്, നെക്സ്റ്റ് എടുത്തോട്ടെ. Next, JCI also works to improve the quality of care within all hospitals, not just those that are capable of meeting our accreditation standard. അല്ലേ? എന്താണ്? JCIയുടെ അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡുകൾ അവർ പാലിക്കുക മാത്രമല്ല, പിന്നെ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലുകൾ ചെയ്യേണ്ടത് ആ ഒരു നമ്മുടെ JCI പറയുന്ന ആ ഒരു പെർട്ടിക്കുലർ സ്റ്റാൻഡേർഡുകൾ പാലിച്ചാൽ മാത്രം മതിയോ ഹോസ്പിറ്റലുകാര്? ഹോസ്പിറ്റലുകളില് കൊടുക്കുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക കൂടി വേണല്ലേ. നമ്മുടെ JCI പറയുന്ന സ്റ്റാൻഡേർഡുകൾ മാത്രം പാലിച്ചാൽ മാത്രം പോരാ, കൂടാതെ എന്തുകൂടി അവർ ചെയ്യണം? ഹോസ്പിറ്റലുകാര് എന്താണ് അവിടെ നിന്ന് കൊടുക്കുന്ന പരിചരണത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുക കൂടി വേണം. ഓക്കെ ആണോ? നെക്സ്റ്റ് പറയുന്നത് എന്താണ്? അവർ global experts regularly assist hospital, municipal governments and Ministry of Health as they pursue their own quality goals and patient care outcomes. അല്ലെ, എന്താണ് ഈ ഒരു JCIയുടെ ഗ്ലോബൽ എക്സ്പേർട്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഹോസ്പിറ്റലുകളിലെ അല്ലെങ്കിൽ മുനിസിപ്പൽ ഗവൺമെന്റ് അണ്ടറിലുള്ള ഹോസ്പിറ്റലുകൾ, മിനിസ്ട്രി ഓഫ് ഹെൽത്തിന് കീഴിലുള്ള ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവര് ഈ നമ്മുടെ JCIയുടെ ഗോൾസുകൾ, ക്വാളിറ്റി ഗോൾസ്, ഗുണനിലവാരത്തിന്റെ ലക്ഷ്യങ്ങള്, പേഷ്യന്റ് കെയർ ഔട്ട്കംസുകളൊക്കെ അവര് പിന്തുടരുന്നുണ്ടോ എന്ന് നമ്മുടെ ഗ്ലോബൽ എക്സ്പേർട്ടുകൾ വിലയിരുത്തുക കൂടി ചെയ്യുന്നുണ്ട്. ഓക്കെയാണോ? നമ്മുടെ ഹോസ്പിറ്റലുകളില് പിന്നെന്താണ്? മുനിസിപ്പൽ ഗവൺമെന്റ് അണ്ടറിലുള്ള ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, മിനിസ്ട്രി ഓഫ് ഹെൽത്തിന് കീഴിലുള്ളത്, അവരൊക്കെ എന്താണ്? നമ്മുടെ ക്വാളിറ്റി ഗോൾസുകൾ അല്ലെ, എന്താണ്? ഗുണനിലവാരത്തിന്റെ ലക്ഷ്യങ്ങൾ, അവിടുന്ന് നമ്മുടെ ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ നിന്ന് കൊടുക്കുന്ന
പരിചരണങ്ങൾ അല്ലെങ്കിൽ അതെന്തായിരിക്കണം, ഗുണനിലവാരമുള്ളതായിരിക്കണം അല്ലെ. സർവീസുകള്, ട്രീറ്റ്മെന്റുകള്, ഫെസിലിറ്റീസ് എല്ലാം ഗുണനിലവാരമുള്ളതാണോ എന്നും എന്താണ് അതിൽ നിന്ന് പേഷ്യൻസിന് കിട്ടുന്ന ഔട്ട്കം ഇല്ലേ, പേഷ്യന്റ് കെയർ ഔട്ട്കംസ്. ഇപ്പൊ നമ്മൊരു ഹോസ്പിറ്റലിൽ ചെന്ന് മരുന്ന് കഴിച്ചാൽ നമുക്ക് എന്തായിരിക്കണം ഔട്ട്കം കിട്ടേണ്ടത്? ഫീൽ ബെറ്റർ അല്ലെ, ക്യൂർ ചെയ്യണം, നമ്മുടെ അസുഖം മാറണം അല്ലെ. അപ്പൊ ആ ഒരു ഔട്ട്കമ്മുകൾ കൂടി ആര് രോഗം ഭേദമാകണം അല്ലെ, ആ ഒരു ഔട്ട്കമ്മുകൾ കൂടി ഈ നമ്മുടെ JCAയുടെ ഗ്ലോബൽ എക്സ്പെർട്ട് വിലയിരുത്തുന്നുണ്ട്. ഓക്കെ ആണോ? എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. The Joint Commission International, JCI, is a US-based accreditation body dedicated to improving healthcare quality and safety around the world. അല്ലെ, എന്താണ് ലോകമെമ്പാടുമുള്ള around the world അല്ലെ. അപ്പൊ ലോകമെമ്പാടുമുള്ള ആരോഗ്യ സംരക്ഷണ ഗുണനിലവാരവും സുരക്ഷയും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു US-based ആയിട്ടുള്ള അക്രഡിറ്റേഷൻ ബോഡിയാണ് JCI. എന്താണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്ക് അല്ലെ, കമ്മ്യൂണിറ്റിയിൽ ആരോഗ്യ സുരക്ഷാ ഗുണനിലവാരവും സുരക്ഷയും മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു US-based അക്രഡിറ്റേഷൻ ബോഡിയാണ് എന്ത്, JCI. ക്വസ്റ്റ്യൻ വരാട്ടോ. ഓക്കെ അല്ലേ? ഇത് നമ്മ പറഞ്ഞു എന്താണ് ഇന്റർനാഷണൽ ലെവലിലാണ് അല്ലെ JCI അക്രഡിറ്റേഷൻ കൊടുക്കുന്നത് അല്ലെ, നാഷണൽ ലെവലിലല്ല, ഇന്റർനാഷണൽ ലെവലിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ രാജ്യത്ത് മാത്രാണോ പേഷ്യന്റിന്റെ സുരക്ഷിതത്വവും ക്വാളിറ്റി ഉറപ്പുവരുത്തുന്നത്? അല്ല അല്ലെ, അല്ല, വേൾഡ് വൈഡ് ആണ് അല്ലെ, ലോകമെമ്പാടുമാണ് അല്ലെ. അപ്പൊ എന്താണ് ലോകമെമ്പാടുമുള്ള ജനങ്ങൾക്കിടയിൽ എന്താണ് ആരോഗ്യ സംരക്ഷണ ഗുണനിലവാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുന്നതിനുള്ള ഒരു US-based അക്രഡിറ്റേഷൻ ബോഡിയാണ് JCI. നെക്സ്റ്റ് പറയുന്നത് The Joint Commission strives to continuously improve the safety and quality of care provided to the public through the provision of healthcare accreditation services that support performance enhancement in healthcare organization. എന്താണ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷന്റെ പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഹെൽത്ത് കെയർ അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകുന്നതിലൂടെ എന്താണ് അവിടെ ഉറപ്പ് നൽകുന്നത്? ഹെൽത്ത് കെയർ അതായത് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിൽ അവരുടെ പെർഫോമൻസ്, അതായത് അവരുടെ പ്രകടനങ്ങൾ അല്ലെ, ഫെസിലിറ്റീസ്, അവിടുത്തെ ട്രീറ്റ്മെന്റുകള്, സർവീസുകള്, അങ്ങനെയുള്ള പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഹെൽത്ത് കെയർ അക്രഡിറ്റേഷൻ സേവനങ്ങൾ നൽകുന്നതിലൂടെ എന്തുകൂടി ഉറപ്പുവരുത്തുന്നുണ്ട്, എന്തിനുകൂടി സഹായിക്കുന്നുണ്ട്? പബ്ലിക്കിന് നൽകുന്ന അല്ലെ, പൊതുജനങ്ങൾക്ക് നൽകുന്ന കെയറിന്റെ സേഫ്റ്റിയും ക്വാളിറ്റിയും വർദ്ധിപ്പിക്കാനായി സഹായിക്കുന്നു. ആണോ? അവർ അക്രഡിറ്റേഷൻ നൽകുന്നതിലൂടെ എന്താണ് അവർ ഉറപ്പ് നൽകുന്നത്? ഒരു ഹോസ്പിറ്റലിന് അക്രഡിറ്റേഷൻ നൽകുന്നതിലൂടെ എന്താണ് ഉറപ്പ്? ഹൈ ക്വാളിറ്റി കെയർ അല്ലേ. അപ്പൊ എന്താണ് പേഷ്യന്റിന്റെ സേഫ്റ്റിയും ഗുണനിലവാരവും ഉറപ്പ് നൽകുന്നുണ്ടോ ആ ഒരു അക്രഡിറ്റേഷൻ പ്രോസസ്സിലൂടെ? ഓക്കെ ആയോ? അപ്പൊ അത് ഹെൽത്ത് കെയർ ഓർഗനൈസേഷനിലുള്ള പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതിനാണ് അവര് സ്റ്റാൻഡേർഡുകൾ പറയുന്നത്, JCI സ്റ്റാൻഡേർഡുകൾ പറയുന്നത് അല്ലേ. അവര് ആ ഒരു പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നത്, എറർ ഒന്നും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ലേ സ്റ്റാൻഡേർഡുകൾ പറയുന്നത്. ഇന്ന മാനദണ്ഡങ്ങൾ നിങ്ങൾ ഓരോ കാര്യങ്ങളിലും പാലിക്കണം അല്ലേ, നിർബന്ധമായും പാലിക്കണം എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പെർഫോമൻസ് മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ഹെൽത്ത് കെയർ അക്രഡിറ്റേഷൻ പ്രോഗ്രാമിലൂടെ എന്താണ് പബ്ലിക്കിൽ നൽകുന്ന അല്ലെ, നമ്മുടെ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ വേൾഡിലെ തന്നെയുള്ള കമ്മ്യൂണിറ്റിക്ക് നൽകുന്ന കെയറിന്റെ സേഫ്റ്റിയും ഗുണനിലവാരവും വർദ്ധിപ്പിക്കാനായി സഹായിക്കുന്നു. ഓക്കെ ആണോ?
ഓക്കെ, മിസ് ഇന്ന് 3 എടുക്കുന്നുള്ളൂ. ഒന്ന് വായിച്ചു നോക്കിയേ, പെട്ടെന്ന് ഒന്ന് വായിച്ചു നോക്കിയേ. നെക്സ്റ്റ് ബാക്കി നാളെ നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓക്കെ ആണോ? എടുത്തതൊക്കെ ക്ലിയർ ആണോ മക്കളെ? ഓക്കെ ആണോ? വായിച്ചു നോക്കിയേ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ക്ലിയർ ആണോ? ഇന്നത്തെ ക്ലാസ് മിസ് 3 എടുക്കുന്നുള്ളൂ. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ.